പുതിയ പുസ്തകങ്ങളും ബാഗുകളുമൊക്കെയായി വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. സമ്മാനവും മധുരവും നൽകി പുതിയ കൂട്ടുകാരെ സ്കൂളുകളിൽ സ്വീകരിച്ച അധ്യാപകർ മാജിക് കാണിച്ച് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പ്രവേശനോത്സവം ആഘോഷമാക്കി. അങ്ങനെ സ്കൂളുകൾ സജീവമായി 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പിച്ചവെച്ചും കൈപിടിച്ചും അക്ഷരലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പാട്ടും ചെണ്ടമേളവുമൊക്കെ അകമ്പടിയായി നിന്നപ്പോൾ കരഞ്ഞും ചിരിച്ചും കുഞ്ഞു കുരുന്നുകൾ സ്കൂളിലേക്കെത്തി. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹച്ചിറകിൽ നിന്നും വിദ്യയുടെ വിശാല ലോകത്തേക്ക്. ചിലർക്ക് ചിരി, സന്തോഷം, മറ്റു ചിലർക്ക് കരച്ചിൽ, ചിലർ പാട്ടുപാടി സ്കൂൾ വൈബിലേക്ക്. നമ്മ കേൾക്കുന്നു അറിവിൻ മുഴിമുത്തുകൾ, അക്ഷരം നശിക്കില്ലല്ലോ, അറിവാണ് ആർക്കും ശക്തി, പുസ്തകം അറിവിൻ കനി, പുസ്തകം കയ്യിലേന്തിയിടും, ഉണരും ബുദ്ധി അന്നേരം വിദ്യ തന്നെ മകാദാനം ചെയ്യും. ചിലരുടെ കവിത ക്ലാസ് മുറിയിൽ കൂട്ടുകാർക്കൊപ്പം. പാലോ പാലോ നടക്കണ പാലോ, അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കണ പാലോ. പുതിയ കുട്ടികൾക്ക് ആദ്യ പാഠങ്ങൾ പകർന്ന അധ്യാപകർ. ആദ്യത്തെ ദിവസമാണ്. ഒരുപാട് കുട്ടികൾ 2-3 കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പിന്നെ ഗ്രാജുവലി അത് കുഴപ്പമില്ലാതെ വരും, അവർ ആക്റ്റീവായി വരും. ഫസ്റ്റ് ഡേയുടെ ആ ഒരു ടെൻഷനായിരിക്കും. പാരൻസിന് അതൊപ്പം ടെൻഷനാണ്. അതാണ് പാരൻസ് എല്ലാവരും വാദിക്കലൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും നല്ലൊരു അക്കാഡമിക് ഇയർ ആയിരിക്കട്ടെ അവർക്ക്. പുത്തനുടുപ്പിട്ട് കോട്ടൺ ഹിൽ സ്കൂളിലെത്തിയ കൊച്ചു കൂട്ടുകാർക്ക് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ വക അല്പം മാജിക്ക്. ഇപ്പൊ അങ്കിൾ നിങ്ങളോട് പറയുകയാണ് ഇതൊരു കയറാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ല. കാരണം ഒരു കയറിന് നമ്മൾ മുറിച്ച് ഇങ്ങനെ കൂട്ടിക്കെട്ടിയത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കീർത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യണം, കീർത്തി വിട്ടേ എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പീസ് കൊടുക്കുക. കീർത്തിക്ക് കൊടുക്ക ഒരു പീസ്. 2 പീസ് ആക്കിയതല്ലേ, എങ്ങനെ ഒരു പീസ് ആയത്? കൂട്ടത്തിൽ നല്ല പാഠങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് മജീഷ്യൻ അങ്കിളിന്റെ വക സന്ദേശം. വലിയ കുട്ടികളാവുന്ന സമയത്തും നിങ്ങൾ എത്രമാത്രം വലിയ പൊസിഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു മഹത്തായ വാക്യമാണ് നെഹ്റു പറഞ്ഞത്. കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കുട്ടികളാവുക. കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണാവൂ എന്നും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ എന്നും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നുമുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. സമ്മാനങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ അധ്യാപകർ കൂട്ടുകാർക്കായി ഒരുക്കിയിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം വരെ 1ാം സ്ഥാനക്കാരായിരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് എല്ലാ കാലവും ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അത് നിലനിർത്തുക, അതിന് തക്കവണ്ണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ അതിന് തക്കവണ്ണം സജ്ജരാക്കുക. നമ്മുടെ അധ്യാപകരുടെ വലിയ മികവാണ് അതിൻ്റെ പിന്നിൽ അധ്യാപക രക്ഷകത്വ സമിതിയുടെയും അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും വലിയ ഏകോപനമാണ് ആ മികവിൻ്റെ പിന്നിൽ. ഇനി അക്ഷരങ്ങളുടെ ലോകം ഇവർക്ക് മുന്നിൽ തുറക്കും. ആദ്യ 2 ആഴ്ച പാഠപുസ്തകമില്ലാത്ത ക്ലാസുകൾ, ശേഷം സജീവമായ ക്ലാസുകൾ ആരംഭിക്കും. പുത്തനുടുപ്പിട്ട് പുതിയ ബാഗുകളൊക്കെ ഇട്ട് പാഠപുസ്തകങ്ങളുമായി അങ്ങനെ കുഞ്ഞു കുട്ടികൾ അധ്യാപകരുടെ കൈപിടിച്ച് ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇടവേളകളില്ലാത്ത പഠനകാലം. വിദ്യയുടെയും അക്ഷരങ്ങളുടെയും വലിയ ലോകത്തേക്കാണ് ഈ കുഞ്ഞു മക്കൾ അധ്യാപകരുടെ കൈപിടിച്ച് എത്തിയത്. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.